നമുക്ക് മലയാളം PYക്ക് നോക്കാം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും മമലേ വിവേകികൾ. കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണ് നളിനി? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും മമലേ വിവേകികൾ. കുമാരനാശാൻ്റെ നളിനി എന്ന് പറയുന്ന കൃതിയിലെ വരികളാണിവ. അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവവാഹ്വാനം നൽകിയ കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവവാഹ്വാനം നൽകിയ കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹിരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. ബോധേശ്വരൻ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും മമലേ വിവേകികൾ. കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണ്? നളിനി. അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവവാഹ്വാനം നൽകിയ കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അധികാരം കൊയ്യണമാദ്യം നാം അതിനു മേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവവാഹ്വാനം നൽകിയ കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹിരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരനാണ്. ബോധേശ്വരനാണ് ഗാനം രചിച്ചത്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനും നാം വ്യത. ആരുടെ വരികളാണ്? അത് പൂന്താനത്തിൻ്റെ വരികളാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനും നാം വ്യത. ആരുടെ വരികളാണ്? പൂന്താനം. പൂന്താനത്തിൻ്റെ വരികളാണ്. ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നും മൊഴിയിൽ. ആരുടെ വരികളാണ്? ഇടശ്ശേരിയുടെ വരികളാണ്. ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നും മൊഴിയിൽ. ആരുടെ വരികളാണ്? ഇടശ്ശേരി. അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുട ജാന്ത വാടിയിൽ. ഏത് കൃതിയിലെ വരികളാണ്? ചിന്താവിഷ്ടയായ സീതയിലെ വരികളാണ്. അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുട ജാന്ത വാടിയിൽ. ഏത് കൃതിയിലെ വരികളാണ്? ചിന്താവിഷ്ടയായ സീത. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ വള്ളത്തോളിൻ്റെ ഏത് കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ദിവാസ്വപ്നം. ദിവാസ്വപ്നം എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. എന്താണ്? ഭാരതമെന്നു പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ വള്ളത്തോളിൻ്റെതാണ്. അത് വള്ളത്തോളിൻ്റെ ഏത് കവിതയിൽ നിന്നും എടുത്തതാണ്? ദിവാസ്വപ്നം. വള്ളത്തോളിൻ്റെ ദിവാസ്വപ്നം എന്ന കവിതയിൽ നിന്നും എടുത്തതാണ്. വള്ളത്തോളിൻ്റെതാണ് ദിവാസ്വപ്നം എന്ന കവിത. ആ കവിതയിൽ നിന്നാണ് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. വള്ളത്തോളിൻ്റെ ദിവാസ്വപ്നം എന്ന കവിതയിൽ നിന്നും എടുത്തതാണ് ഈ വരികൾ. നമുക്കൊരു എക്സ്ട്രാ ഒരു 10 പഠിക്കാം. ചക്ഷുശ്രവണ ഗളസ്തമാൻ ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലഹീന പരിഗ്രസ്തമാം ലോകവു മാലോലചേത സ ഭോഗങ്ങൾ തേടുന്നു. എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്ന് എടുത്തതാണിത്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം എന്ന് തുടങ്ങുന്നത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ട്. എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നും എടുത്തിരിക്കുന്നതാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലഹീന പരിഗ്രസ്തമാം ലോകവും മാലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നാദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുമെത്രയും ചഞ്ചലമാലയ സംഗമം. അതും എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിൽ നിന്ന് എടുത്തതാണ്. എന്താണ്?
പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുമെത്രയും ചഞ്ചലമാലയ സംഗമം. എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നാണ്. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുധജനം. അതും എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നാണ്. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുധജനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുധജനം. എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ട്. തോളത്ത് ഘനം തൂങ്ങും വണ്ടിതൻ തണ്ടുപേറി, കാളകൾ മന്നം ഇഴഞ്ഞു നീങ്ങിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷ്യാകാരം പൂണ്ടി തറ്റത്ത് വണ്ടിക്കൈയിൽ ഇരിപ്പു കോനിക്കോടി. അത് പി. ഭാസ്കരൻ്റെ കാളകൾ എന്ന കവിതയിലാണ്. തോളത്ത് ഘനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി, കാളകൾ മന്നം ഇഴഞ്ഞു നീങ്ങിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷ്യാകാരം പൂണ്ടി തറ്റത്ത് വണ്ടിക്കൈയിൽ ഇരിപ്പു കൂനിക്കോടി. അത് പി. ഭാസ്കരൻ്റെ കാളകൾ എന്ന് പറയുന്ന കവിതയിലാണ്. പി. ഭാസ്കരൻ്റെ കാളകൾ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാ മീ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വയലാറിൻ്റെ അശ്വമേധത്തിലെ വരികളാണത്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാ മീ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. അത് വയലാറിൻ്റെ അശ്വമേധത്തിൽ നിന്നുള്ള വരികളാണ്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അത് കുറുത്തി, കടമ്മനിട്ടയുടെ കുറുത്തിയിൽ നിന്നുള്ള വരികളാണ്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അത് കടമ്മനിട്ടയുടെ കുറുത്തി എന്ന് പറയുന്ന കവിതയിലാണ്. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി. അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികളാണ്. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അധികാരം കൊയ്യണം ആദ്യം, അതിനു മേലാകട്ടെ പൊന്നാര്യൻ. അത് ഇടശ്ശേരിയുടെയാണ്. ഇത് നമ്മളിപ്പോൾ നേരത്തെ നോക്കിയപ്പോൾ PYQ ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. അധികാരം കൊയ്യണം ആദ്യം, അതിനു മേലാകട്ടെ പൊന്നാര്യൻ. ഇടശ്ശേരിയുടെ വരികളാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗത നഷ്ടമായുസ്സു മോർക്ക നീ. എഴുത്തച്ഛൻ്റെ വരികളാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗത നഷ്ടമായുസ്സു മോർക്ക നീ. എഴുത്തച്ഛൻ്റെ വരികളാണ്. ഉണ്ണി മറക്കായിക പക്ഷേയൊരുമ്മതൻ, നെഞ്ചിൽ നിന്നുണ്ട മധുരമൊരിക്കലും. ONVയുടെ വരികളാണ്. ഉണ്ണി മറക്കായിക പക്ഷേയൊരമ്മതൻ, നെഞ്ചിൽ നിന്നുണ്ട മധുരമൊരിക്കലും. ONVയുടെ വരികളാണ്. എന്താണ്? ഉണ്ണി മറക്കായിക പക്ഷേയൊരമ്മതൻ, നെഞ്ചിൽ നിന്നുണ്ട മധുരമൊരിക്കലും. ONVയുടെ വരികളാണ്.